അത് ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പോൾ ഈ അനുമതി എന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ വന്നപ്പോൾ അത് നിയമാനുസൃതമായി നൽകിയതാണ് എന്നുള്ളതാണല്ലോ ഇപ്പോൾ എക്സൈസ് മന്ത്രി വാദിച്ചിരിക്കുന്നത്. ടെൻഡർ ആവശ്യമില്ല, അത് വാദത്തിന് സമ്മതിക്കാം. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച രണ്ട് കാര്യങ്ങൾ, ഈ കമ്പനി ആരോപണം നേരിടുന്ന കമ്പനിയാണ്, അതായത് നേരത്തെ ഡൽഹി മദ്യനയ വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനിയാണ്. അതോടൊപ്പം പഞ്ചാബിൽ ഇവരുടെ ലിക്കർ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കിയിരിക്കുന്നു. 4 കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്തെ വ്യാവസായിക വേസ്റ്റ് കൊണ്ടുപോയി നശിപ്പിച്ചതിന് കേസ് നേരിടുന്ന കമ്പനിയാണ്. അപ്പോൾ അങ്ങനെയൊരു കമ്പനി പ്രപ്പോസൽ നൽകുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് സ്വീകരിക്കുകയാണോ സർക്കാരിന്റെ നയം? ഇവിടെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും വസ്തുതാവിരുദ്ധമായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിലെ ഏത് പുതിയ വികസന പ്രവർത്തനം വന്നാലും അതിനെ എതിർക്കുക എന്നുള്ളത് ഒരു നയമായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. അപ്പൊ ആദ്യം പറഞ്ഞത് ഇത് നിലവിലുള്ള നിയമത്തിനും ചട്ടത്തിനുമെല്ലാം മദ്യനയത്തിന് വിരുദ്ധമല്ലേ എന്നതാണ് ഇന്നലെ രണ്ടുപേരും മത്സരിച്ച് നടത്തിയ പത്രസമ്മേളനം. പക്ഷെ കൃത്യമായിട്ട് തന്നെ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച മദ്യനയവും അതിന് മുൻപ് വർഷം പ്രഖ്യാപിച്ച മദ്യനയത്തിലും കൃത്യമായി ഇത്തരത്തിലുള്ള നയമുണ്ട്. ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചത് എന്ന് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ തന്നെ ആ നയം വിശദീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും വാർത്തകളും എല്ലാം ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് തെന്നിമാറി ഇപ്പോൾ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയിലേക്ക് മാത്രം ഇന്ന് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ മദ്യനയത്തിന്റെ 24ാമത്തെ പാരഗ്രാഫ് ഉണ്ട്. സംസ്ഥാനത്ത് മദ്യ ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ENA കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാക്കുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും എന്നുള്ളത് മദ്യ നയത്തിന്റെ ഭാഗമായി പാരഗ്രാഫ് 24 തന്നെ കൃത്യമായി തന്നെ പ്രതിപാദിച്ചതാണ്. ഇതിൽ 2023 കേരളത്തിൽ 9.26 കോടി ലിറ്റർ 9.26 കോടി ലിറ്റർ ENAയും 3.84 ലക്ഷം ഇൻഡസ്ട്രിയൽ ആൽക്കഹോളും അയൽ സംസ്ഥാനത്ത് നിന്ന് എത്തിച്ചു. ഇവിടെ ഉൽപാദനമില്ലാത്തതുകൊണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചിട്ടാണ് ഇവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മദ്യനയത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണം എന്ന് തീരുമാനമെടുത്തത്. ആ തീരുമാനമാണ് ഇപ്പോൾ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മദ്യനയം താങ്കൾ പറഞ്ഞത് ഈ വർഷങ്ങളിൽ പറഞ്ഞ മദ്യനയം ശരിയാണ്, പക്ഷേ അതിനു മുമ്പ് ഒരു പ്രകടന പത്രികയുണ്ടല്ലോ, മദ്യ ഉപഭോഗം കുറയ്ക്കും എന്നുള്ളതാണല്ലോ അതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മദ്യ ഉപഭോഗം കുറയ്ക്കാൻ എന്താണ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? അതിനുശേഷം ഇവിടെ അനുമതി കൊടുത്ത ബാറുകളുടെ എണ്ണം അടക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ബാറുകളുടെ എണ്ണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വലിയ തോതിലാണ് ബാറുകൾക്ക് അനുമതി കൊടുത്തത്. ആ കണക്കുകളടക്കം പറയുമ്പോൾ വലിയ തോതിലുള്ള വ്യത്യാസം. 28 ബാറുണ്ടായത് ഇപ്പോൾ 856 ബാറുകളായിരിക്കുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ ഉണ്ടായിരുന്നത് 28 ബാറുകളാണ്. ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം 300-ന് അടുത്തേക്ക് എത്തിയിരിക്കുന്നു. അതോടെ കൺസ്യൂമർ ഫെഡിനിൽ 50ഓളം ഉണ്ട്. 500-ലധികം ബിയർ വൈൻ പാർലറുകളുണ്ട്. അങ്ങനെ കണക്കുകൾ ഇരട്ടിയിലധികവുമായി ഉയരുമ്പോൾ നിങ്ങൾ പ്രകടന പത്രികയിൽ നിന്ന് മാറി ഇപ്പോൾ ഓരോ വർഷത്തെയും മദ്യനയത്തിലേക്ക് എത്തുമ്പോൾ അതിൽ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തെന്നി മാറിയുള്ള ആരോപണങ്ങളാണ്. ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കണം. അതിന്റെ മറുപടി കേൾക്കാനുള്ള ക്ഷമ പ്രതിപക്ഷവും മാധ്യമങ്ങളും കാണിക്കണം. ഇവിടെ ഉയർന്നു വന്ന ആരോപണം വർഷങ്ങളായി ഗവൺമെന്റ് തുടരുന്ന മദ്യനയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഏകപക്ഷികമായി രഹസ്യമായി എന്ന വാക്കാണ് ചില മാധ്യമങ്ങൾ ഇന്നലെ ഉപയോഗിച്ചത്. രഹസ്യമായി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചു എന്ന രൂപത്തിലാണ്. എന്നാൽ മദ്യനയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മദ്യനയത്തിന്റെ തീരുമാനപ്രകാരം തന്നെയാണ് ഗവൺമെന്റ് പോയത് എന്ന് മനസ്സിലായപ്പോൾ ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റി മറ്റ് സംസ്ഥാനങ്ങളിൽ കേസുണ്ട് എന്നതിലും ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം മദ്യവർജനമല്ലേ നയം, എന്നിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നതെന്ന്. ഇത് കൃത്യമായി മദ്യവർജനം. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ പോയിന്റ് അല്ലെങ്കിൽ ആദ്യ പേജിൽ തന്നെ ഉത്തരവ് വിമുക്തി വിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. മദ്യ വിമുക്തി ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ നിരുത്സാഹപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നയങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിന്റേതായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഇപ്പോ ടൂറിസത്തിന്റെ ഭാഗമായി ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അവിടെയുള്ള തെങ്ങ് ചെത്തി അവിടെ നിന്ന് കള്ളെടുത്ത് അവിടെ അവരുടെ വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളുടെ മുന്നിൽ വെച്ച് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ കേരളത്തിന്റെ ഓരോ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുക
ഈ കേരളത്തിലുള്ള കള്ള് ഷാപ്പുകളോട് കേന്ദ്രീകരിച്ച് നല്ല പ്രകൃതി വിഭവങ്ങൾ കിട്ടാൻ പാകത്തിന്, പ്രത്യേകിച്ച് ഏറ്റവും നല്ല ഭക്ഷണം, നാട്ടുഭക്ഷണം കിട്ടാൻ പാകത്തിനുള്ള കേരളത്തിന്റെ സാധ്യതകളെ നന്നായി മാർക്കറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ മദ്യനയത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ അസംസ്കൃത വസ്തു കൊണ്ടുവരാം, അത് കേരളത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിച്ച് പല രൂപത്തിൽ പേരുമാറ്റി മദ്യം ഉപയോഗിക്കാം, എത്ര ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരാതെ ഇവിടെ ഉൽപാദനം ഞങ്ങൾ അനുവദിക്കില്ല എന്ന രൂപത്തിലാണ് പറയുന്നത്. ഇതിന് കൂട്ടിയോജിപ്പിച്ച് പറയുന്നത് വലിയ തരത്തിൽ ജലചൂഷണം ഉണ്ടാകും, മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ ഉത്തരവിൽ തന്നെ വ്യക്തമായിട്ടുണ്ടല്ലോ, ഇത് സീറോ ഡിസ്ചാർജ്, പരിസ്ഥിതി നിയമങ്ങളെല്ലാം പാലിച്ച് എല്ലാ തരത്തിലുള്ള അനുമതി പത്രങ്ങളും ഉറപ്പുവരുത്തി എല്ലാ അതോറിറ്റിയുടെയും ലൈസൻസ് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് ഈ ഉത്തരവിന്റെ ഭാഗമായി തന്നെ കൃത്യമായി വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിക്കേണ്ടതും അസംസ്കൃത വസ്തുവായി അരി ഉപയോഗിക്കുമ്പോൾ ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയോടുകൂടി തന്നെ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പൈനാപ്പിളും നമ്മുടെ കപ്പയും നമ്മുടെ മറ്റു തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ, കൃഷി ഉൽപ്പന്നങ്ങളെല്ലാം, ചോളം, വെജിറ്റബിൾ വേസ്റ്റ്, അതുപോലെ മധുരക്കിഴങ്ങ്, ഉപയോഗശൂന്യമായിട്ടുള്ള അരി, ഇവ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടാനും വ്യവസായ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിക്കാനും ഉള്ള സാഹചര്യങ്ങളെ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.